സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച വർഷമായിരുന്നു കഴിഞ്ഞുപോയത്. കോവിഡ് മൂലം തകർന്ന സിനിമാ മേഖല ഉയർത്തെഴുന്നേറ്റ വർഷമായിരുന്നു 2023. എല്ലാ ഭാഷ സിനിമകൾക്കും നേട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിൽ തന്നെ ബോളിവുഡിനാണ് കൂടുതൽ കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. ബോളിവുഡ് സിനിമകൾ കൈവരിച്ച വിജയങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചത് മറ്റാരുമല്ല, ഷാറൂഖ് ഖാൻ തന്നെയാണ്. കഴിഞ്ഞുപോയ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷാറൂഖ് ഖാന്റെ വൻ തിരിച്ചുവരവാണ് 2023 നടന്നത്. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന ഷാറൂഖ് ഖാൻ തിരിച്ചു വന്ന വർഷം കൂടിയാണ് 2023. ഷാറൂഖ് ഖാന്റെ 3 സിനിമകളാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിരിക്കുന്നത്. സിനിമകളെല്ലാം തന്നെ വൻ വിജയങ്ങളുമായിരുന്നു. 2535 കോടിയോളം രൂപയാണ് ഷാറൂഖ് ഖാൻ കഴിഞ്ഞ വർഷം നേടിയത്. ഈ സിനിമകളിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലമായി 528 കോടി രൂപയോളമാണ് കിങ് ഖാൻ ലഭിച്ചിരിക്കുന്നത്. ഷാറൂഖ് ഖാന്റേതായി കഴിഞ്ഞ വർഷം ആദ്യം പുറത്തിറങ്ങിയത് പഠാൻ ആയിരുന്നു. 1050 കോടിയോളം രൂപയാണ് സിനിമ കളക്ട് ചെയ്തത്. പിന്നീട് വന്നത് ജവാൻ ആയിരുന്നു. അതും 1144 കോടിയോളം രൂപ സ്വന്തമാക്കി. മൂന്നാമതായി പുറത്തിറങ്ങിയത് ഢാങ്കി ആയിരുന്നു. 340 കോടിയോളം രൂപയാണ് സിനിമ ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. ഷാറൂഖ് ഖാൻ കൈവിട്ടുപോയ ബോളിവുഡ് സാമ്രാജ്യം വീണ്ടും തിരിച്ചുപിടിച്ച വർഷമായിരുന്നു കഴിഞ്ഞുപോയത്. 2023 ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ച നടനെന്ന സവിശേഷതയും ഷാറൂഖ് ഖാന് സ്വന്തമാണ്. ഇതുപോലുള്ള സിനിമാ ലോകത്തെ ജെനുവിൻ വിശേഷങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.